ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ അമ്പലത്തിലേക്ക് പോയിട്ട് വരും കേട്ടോ. രാഹുലാണെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പ്രകാശൻ പറഞ്ഞിട്ട്, രാഹുൽ, നീ എവിടെ പോയിരിക്കുകയായിരുന്നടാ? അതോ ഞാൻ അമ്പലത്തിൽ വരെ പോയതാ. അമ്പലത്തിൽ പോയത് എന്തിനാടാ? ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ് നീ അമ്പലത്തിൽ പോയത്? അതെന്ത് പറച്ചില്ല രാഹുലെ? ഞാൻ കല്യാണിക്കൊക്കെ നല്ല ചീത്തത് വരാനും എൻ്റെ മോനെ നല്ലത് വരാനും പിന്നെ നമ്മളുടെ ദ്രോഹിക്കുന്ന നമ്മുടെ ശത്രുക്കൾക്കെല്ലാം അന്ത്യം സംഭവിക്കുമെന്ന് പ്രാർത്ഥിക്കാനും വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ പോയത്. ദേ പുഷ്പാഞ്ജലി കഴിപ്പിച്ചു, അതാ വരാൻ വൈകിയത്. പിന്നെ ദീപാരാധന സമയമായിരുന്നു, അതുകൂടി കഴിഞ്ഞിട്ട് വരാൻ വിചാരിച്ചു. എന്നാ നീ പ്രസാദം എടുക്ക്. എനിക്കൊന്നും പ്രസാദം വേണ്ട. നീ പറഞ്ഞ പോലെ തന്നെ നീ പ്രാർത്ഥിച്ചെങ്കിൽ കൊള്ളാം. അല്ല, അതേപോലെ തന്നെ സംഭവിക്കാൻ ചാൻസ് കൂടുതൽ. പിന്നെ നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് എന്തിനാ നിനക്കറിയാവോ? 2 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ ഞാൻ മരിക്കാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പൊ അതിനു മുമ്പ് നല്ല വായ്ക്കു രുചിയുള്ള നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. അതിനിപ്പോ എന്താ രാഹുലെ? സോറി രാഹുൽ സാറേ. അല്ല, നീ നേരത്തെ എന്നോട് സംസാരിക്കുന്ന സമയത്ത് കല്യാണി മോൾ എന്ന് പറഞ്ഞിരുന്നു. അത് അറിയാതെ വായിന്ന് വന്നു പോയതാണ്. അവരുടെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവണമല്ലോ. അപ്പൊ കല്യാണി മോളെ നമ്മളെ വിളിച്ച് അറിയാണ്ട് വായ വന്നു പോയതാണ്. അവളെ മാത്രമല്ല, കല്യാണി മോളെ, കാദംബരി മോളെ, കാർത്തിക മോളെ എന്നൊക്കെ ഞാൻ വിളിക്കാറുണ്ട്. നിന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ എനിക്കിപ്പോഴും കഴിയുന്നില്ല. എടാ രാഹുലെ, നീ എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കടാ. നോക്ക്, എനിക്ക് എന്റെ ജയിലിൽ കിടക്കുന്ന എന്റെ മോൻ തന്നെയാണ് ഏറ്റവും വലുത്. അവനെ ദ്രോഹിച്ച എല്ലാവരും എനിക്ക് ശത്രുക്കളാണ്. നീ പറഞ്ഞ പോലെ ദേ, നീ എന്നെ ചതിക്കാൻ, നിന്റെ സ്വഭാവം ആകെ മാറുന്നു. നിന്റെ മോളെ സ്നേഹിക്കുന്ന ഒരുത്തരാണെന്നും ഒക്കെ എന്റെ മോൾ എന്നോട് പറഞ്ഞിരുന്നു. നീ ചതിക്കുമെന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നു. അതുപോലെ എങ്ങനെ സംഭവിച്ച ദേ ഇത് കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തോക്കെടുത്ത് കാണിക്കുകയാണ്. ദേ ഈ തോക്ക് കണ്ടില്ലേ? ഇതിനോട് ഒറ്റ വെടിക്ക് നിന്നെ ഞാൻ ആദ്യം ഇല്ലാതാക്കും എന്ന് പറയണം. രാഹുൽ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. നിന്റെ മോളടക്കം എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ കല്യാണിനെ സ്നേഹിക്കുന്ന നല്ലൊരു അച്ഛനാണെന്നാ. പക്ഷെ അങ്ങനെയല്ല, അതൊക്കെ എൻ്റെ വെറും അഭിനയ രാഹുലെ എന്ന് പറയാണ്. അങ്ങനെ നിനക്ക് കൊള്ളാം എന്ന് പറയാണ്. അല്ല, നിനക്ക് കഴിക്കാൻ ഇതിനെടുക്കണ്ടേ? ഇപ്പൊ ഒന്നും വേണ്ട. പിന്നെ ഞാൻ ഇന്ന് രാത്രി എന്തായാലും ഇവിടെ ഉണ്ടാവില്ല. ഇന്നാണല്ലോ നീ കല്യാണി മോളെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ ദിവസമല്ലേ? നീ പിന്നെ മോളെ എന്ന് പറയുന്നുണ്ടല്ലോ. അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ രാഹുലെ. എന്തായാലും ഇന്ന് രാത്രി ചിലപ്പോൾ ഞാൻ മരിച്ചെങ്കിൽ തന്നെ ദേ നോക്ക്, 1.5 മാസത്തേക്ക് നിനക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള പൈസ ദേ നീ കൈ പിടിച്ചോ നമ്മുടെ കയ്യിൽ കൊടുക്കുകയാണ്. പിന്നെ പറയുന്നുണ്ട്, ദേ ഈ വീടിന്റെ വാടക 1 മാസത്തേക്കുള്ള വാടക ഓൾറെഡി കൊടുത്താണ്. അതുകൊണ്ട് നിനക്ക് ഈ മാസം ഇവിടെ സുഖമായിട്ടിരിക്കുക. ജയിലിൽ നിന്റെ മോൻ വരികയാണെങ്കിൽ ഈ വീട്ടിൽ തന്നെ നിങ്ങൾ താമസിച്ചോ. ഇത് മുമ്പ് ഒരു ഗുണ്ട നിന്നിരുന്ന വീടാ. പോലീസുകാരധികം ഈ വീട്ടിലേക്കൊന്നും വരുമൊന്നുമില്ല. അപ്പോൾ ഇന്ന് രാത്രി നീ പോകാൻ പോവാണോ? എടാ ഞാനും കൂടി വരാടാ. വേണ്ട, നിന്നെ ഒപ്പം കൂട്ടാൻ ഇതുവരെ ആയിട്ടില്ല എന്ന് രാഹുൽ പറയാണ്. പ്രകാശനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാഹുൽ പറഞ്ഞിട്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവാണ്. രാഹുൽ പോയി കഴിയുമ്പോഴേക്കും പ്രകാശൻ രാഹുൽ കൊടുത്ത പൈസ ചുരുട്ടിക്കൂട്ടി അവിടേക്ക് ഇങ്ങനെ വലിച്ചെറിയണം. അതിനുശേഷം കാണിക്കണത് നമ്മുടെ കിരണിനെയും കല്യാണിനെയും അതുപോലെ തന്നെ രൂപേനെയും ചന്ദ്രസേനും ദീപയൊക്കെ അവര് 18-ാം തീയതി ആയതുകൊണ്ട് തന്നെ രാത്രി എവിടെയും പോവാതെ അവിടെ തന്നെ അങ്ങോട്ട് ഇരിക്കുക കേട്ടോ. ശേഷം കല്യാണി പറഞ്ഞിട്ട്, അച്ഛാ അമ്മ ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അയാൾ നമ്മളെ വെറുതെ പറ്റിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞതായിരിക്കും. ആയിക്കോട്ടെ, എങ്കിലും നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മൾ സൂക്ഷിക്കണമല്ലോ. അല്ല മോളെ കിരൺ എവിടെ? കിരണേട്ടൻ പുറത്തുണ്ട് അച്ഛാ. ആ ഗുണ്ടകളത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ കുറച്ചുപേരെ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ, അവർക്കൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും രൂപ പറഞ്ഞിട്ട്, മോളെ സൂക്ഷിക്കണം കേട്ടോ, എനിക്ക് പേടിയൊന്നും ഇല്ല അമ്മേ എന്ന് പറയാണ്. അതിനുശേഷം ചന്ദ്രസേന ബന്ധം, നമുക്ക് ഇറങ്ങിയാലും രൂപ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഏർപ്പാടാക്കിയ ആൾ നോക്കിക്കോളും എന്ന് പറയാണ്. ശരി ചന്ദ്രേട്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രൂപയും ചന്ദ്രസേനും കൂട്ടിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങും കേട്ടോ. കല്യാണത്തിൽ വീണ്ടും ചോദിക്കണ്ട്, കിരൺ എവിടെയും ചോദിക്കുമ്പോൾ അവൻ പുറത്തുണ്ടച്ച എന്നിങ്ങനെ പറയണം. അങ്ങനെ കല്യാണി അങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പോൾ ദീപ പറഞ്ഞിട്ട്, എന്നാലും വല്ലാത്തൊരു പേടി പോലെ മോളെ എന്ന് പറയാണ്. പേടിക്കൊന്നും വേണ്ട അമ്മേ, ഒന്നും സംഭവിക്കില്ല, അച്ഛൻ ഏർപ്പാടാക്കിയ ആളെല്ലാവരും തന്നെ പുറത്തുണ്ടല്ലോ എന്ന് പറയാണ്. അതാ ഒരു സമാധാനം എന്ന് ദീപയും പറയുന്നുണ്ട്. ശേഷം കാണിക്കണത് നമ്മുടെ ചന്ദ്രസേനും രൂപയും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി കാറിൽ കയറാൻ പോവാട്ടോ. അത് കാണുമ്പോഴേക്കും കല്യാണി പറയണ്ടഹും, നിങ്ങൾ വരുന്നതും പോണതൊക്കെ ഒരുത്തി മോളിൽ നിന്ന് നോക്കുന്നുണ്ടാവും. അതൊക്കെ അവളുടെ അച്ഛനെ അപ്പപ്പ വിളിച്ച് അറിയിക്കുന്നുണ്ടാവും. അതൊക്കെ ശരിയാ മോളെ, അതൊക്കെ ശരിയാ. എന്തായാലും മോള് സൂക്ഷിക്കണം, അത്ര മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്ന് പറയുമ്പോൾ, എനിക്കൊന്നും സംഭവിക്കില്ല അമ്മേ എന്നിങ്ങനെ പറയാണ്. അതിനുശേഷമാണെങ്കിൽ രൂപയും ചന്ദ്രസേനും തിരിച്ച് വീട്ടിലേക്ക് പോകാണ്. വീട്ടിലേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ രൂപ വാതിലെ വടക്കണ സമയത്ത് ചന്ദ്രസേനോട് പറയുന്നുണ്ട്, എന്നാലും കല്യാണിന്റെ മോളുടെ ധൈര്യം ഒരു അപാര ധൈര്യം തന്നെയല്ലേ. അതെ, അത് കല്യാണി മോൾക്ക് അപകടം പറ്റുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് രൂപേ. ഇപ്പൊ നമുക്ക് ആർക്കെങ്കിലും അപകടം പറ്റണമെന്ന് കല്യാണി മോൾക്ക് ഒരു അറിയിപ്പ് കിട്ടിയെങ്കിൽ കല്യാണി മോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, ആകെ പേടിച്ചാന്. ഇപ്പൊ കിരണിനെയോ അല്ല എനിക്കോ തനിക്കൊക്കെയാണ് അപകടം സംഭവിക്കുന്നത് ആരെങ്കിലും മെസ്സേജ് അയച്ചെങ്കിൽ കല്യാണി മോൾ ആകെ ടെൻഷൻ ആയാനെന്ന്. അത് എന്തായാലും ചന്ദ്രേട്ടൻ പറഞ്ഞത് ശരി തന്നെയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ശേഷമാണെന്നുണ്ടെങ്കിൽ
രൂപയെടുത്ത് ചന്ദ്രസേന പറഞ്ഞു താനിങ്ങനെ ടെൻഷൻ ആവൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് കല്യാണിന്റെ മൊബൈലിലേക്ക് ചന്ദ്രസേന ഫോൺ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഹലോ കല്യാണി മോളെ കിരൺ വന്ന ഒന്ന് ചോദിക്കുകയാണ്. കിരണേട്ടൻ പുറത്ത് ഗുണ്ടകളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അകത്തേക്ക് വരുമ്പോഴേക്കും ഒന്ന് വിളിക്കണം എന്നിങ്ങനെ പറയാണ്. ശരി അച്ഛ എന്ന് പറഞ്ഞിട്ട് രൂപയെടുത്ത് പറയുന്നുണ്ട് താൻ ടെൻഷൻ ആവൊന്നും വേണ്ട, ഞാൻ വെറുതെ ഫോൺ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, അതായത് മോള് വിളിക്കായിരിക്കും, താൻ ഫോൺ എടുത്ത് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രസേന അവിടെ നിന്ന് മുകളിലേക്ക് കയറി പോവാണ്. പിന്നെ താൻ മരുന്ന് കഴിക്കാനുള്ളത് എനിക്ക്, താൻ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക എന്ന് പറഞ്ഞിട്ട് ചന്ദ്രസേന മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. രൂപ വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ശബ്ദം കേൾക്കുക കേട്ടോ. അതുകൊണ്ട് ഒച്ച കേൾക്കുന്നുണ്ട്. രൂപ പെട്ടെന്ന് വെള്ളത്തിന്റെ ഗ്ലാസ് നിലത്ത് ഇങ്ങനെ വീഴാണ്. രൂപ വേഗം തന്നെ ഇങ്ങനെ ആകെ പേടിച്ച് ടെൻഷനായിട്ട് മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുക കേട്ടോ. കയറി പോയിട്ട് വാതിൽ തുറക്കുമ്പോഴേക്കും രൂപ ഞെട്ടിപ്പോവാണ്. അവിടെ ചന്ദ്രസേന ഉണ്ട്, കിരൺ ഉണ്ട്, പിന്നെ രാഹുലിന് തലക്കടിയേറ്റ പോലെ രാഹുൽ ബോധമില്ലാതെ നിലത്ത് കിടക്കുക കേട്ടോ. അപ്പോഴേക്കും രൂപ ഇതെന്താ സംഭവിച്ചിരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഇയാളെങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ ചോദിക്കുകയാണ്. കിരൺ പറയുന്നുണ്ട് ഇയാളെ തക്കം പാത്ത് നിങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുമായിരുന്നു എന്ന് പറയാണ്. ചന്ദ്രസേന പറഞ്ഞ എന്താണ് മക്കളെ, എന്താ സംഭവിച്ചത്? രൂപ ഞാൻ വന്നപ്പോഴേക്കും ഇവിടെ ഇതായിരുന്നു സംഭവിച്ചത് എന്ന് പറയാണ്. ഇയാൾക്ക് ഇപ്പൊ ചത്തോ, ഇയാൾക്ക് ബോധം പോയതാണോ എന്നൊക്കെ ചന്ദ്രസേന ചോദിക്കുമ്പോൾ ചത്തിട്ടൊന്നുമില്ല, ബോധം പോയതായിരിക്കും, കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ ഞാൻ ഇയാളെ കൊന്നാനെ എന്ന് പറയാണ്. എടാ നീ ഇയാളെ കൊല്ലാനോ, നീ ഇയാളെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാനാണോ നിന്റെ ഉദ്ദേശം? അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും ഇയാളെ കൊന്ന് ജയിലിൽ പോയാനേടാ, നിങ്ങളുടെ കൂടെയൊക്കെ ഒരുമിച്ച് ജീവിക്കാനും സന്തോഷത്തോടെ ഇരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ക്ഷമിച്ചും സഹിച്ചും ഇരിക്കണത്. അപ്പോൾ നീ ഇയാളെ കൊന്നിട്ട് ജയിലിൽ പോകാൻ പോകുന്നത്, പിന്നെ കല്യാണി മോൾ എന്ത് ചെയ്യും, കുഞ്ഞെന്ത് ചെയ്യും എന്നൊക്കെ നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് പറയാണ്. അച്ഛാ ഇവനുണ്ടല്ലോ, ഇവൻ തക്കം പാത്ത് നിന്ന് നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി വന്നതാണ്. ഇവൻ കല്യാണിനല്ല നിങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് ഇവൻ ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്തത്. കല്യാണിനെ ഇല്ലാതാക്കുമെന്ന് പറയാൻ നമ്മളെല്ലാം കല്യാണിനെ ശ്രദ്ധിക്കുമെന്ന് ഇയാൾക്കറിയാം. ആ സമയത്ത് നിങ്ങൾ ഇല്ലാതാക്കാനായിരുന്നു ഇയാളുടെ ഉദ്ദേശം എന്ന് പറയാണ്. എന്നാലും എന്താണ് മോനെ സംഭവിച്ചത്, ഇയാൾ ഇവിടെ വരുമെന്നുള്ള കാര്യം നിനക്കെങ്ങനെ മനസ്സിലായി, നീ ഇതെങ്ങനെ അറിഞ്ഞു എന്ന് ചന്ദ്രസേന ചോദിക്കുമ്പോൾ എല്ലാത്തിനും ഒരു വലിയ കഥയുണ്ടച്ചാ, എന്താ മോനെ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ നമ്മളെല്ലാവരും വെറുക്കുന്ന ഒരാളില്ലേ, അയാൾ തന്നെയാണ് ഈ കാര്യത്തിൽ എന്നെ സഹായിച്ചത് എന്ന് പറയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താ മോനെ? അതെ അച്ഛാ, പ്രകാശനാണ് അച്ഛാ എന്നെ സഹായിച്ചതെന്ന് പറയാം. പ്രകാശനോ എന്ന് രൂപ ചോദിക്കുമ്പോൾ അതെ എന്ന് പറയാണ്. അപ്പോഴേക്കും രാഹുൽ നോക്കുമ്പോൾ രാഹുൽ ബോധമില്ലാതെ കിടക്കാണ്. ചന്ദ്രസേനൻ വേഗം തന്നെ അവിടെ നിന്ന് ഒരു കപ്പിൽ വെള്ളം എടുക്കാണ്. എന്നിട്ട് ചന്ദ്രസേനൻ രാഹുലിന്റെ മുഖത്തേക്ക് ഇങ്ങനെ ഒഴിക്കുന്നുണ്ട്. രാഹുലെ എഴുന്നേക്കടാ രാഹുലെ എഴുന്നേക്കടാ എന്ന് പറയുമ്പോൾ രാഹുൽ പതുക്കെ ബോധം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ചന്ദ്രസേനൻ പറയണ്ടേ നാണം കെട്ടവനെ, നിന്നെ ഞാൻ കൊന്നു കളയോടാ എന്ന് പറയുമ്പോഴേക്കും രാഹുൽ ഇങ്ങനെ തളർന്നുകൊണ്ടിരിക്കും, അങ്ങനെ തന്നെ കിടക്കുവാണ്. എടാ മോനെ ശരിക്കും എന്താ സംഭവിച്ചത്, മുഴുവനായിട്ടൊന്ന് പറ എന്ന് ചന്ദ്രസേനൻ പറയുമ്പോൾ അച്ഛാ എന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവം കിരൺ ഇങ്ങനെ പറയുന്നത് പോലെ കാണിക്കായിട്ട് നമുക്ക് ആ സംഭവം ശരിക്കും കാണിക്കുന്നുണ്ട്. അതായത് രാഹുൽ ആ തോക്കായിട്ട് പുറത്തേക്ക് പോയല്ലോ, അപ്പൊ നമ്മുടെ പ്രകാശൻ രാഹുൽ കൊടുത്ത പൈസ ചുരുട്ടിക്കൂട്ടി എറിയുന്ന ഭാഗമല്ലേ കാണിച്ചത്. ആ ചുരുട്ടിക്കൂട്ടി എറിഞ്ഞതിന് ശേഷം രാഹുൽ പോണതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രകാശനും പോയായിരുന്നു. രാഹുൽ അവിടെ നിന്ന് വണ്ടി എടുത്ത് തന്നെ പ്രകാശനും വേഗം തന്നെ അവിടെ റോട്ടിലേക്ക് ഇറങ്ങാണ്. എന്നിട്ട് വഴിയരികിൽ ഒരു ഓട്ടോറിക്ഷ കാണുമ്പോഴേക്ക് അവരെയൊക്കെ കൈ കാണിക്കുന്നുണ്ട്. പാതിരാത്രി ആയതുകൊണ്ട് തന്നെ ഓട്ടോകളൊന്നും പെട്ടെന്ന് നിർത്തുന്നില്ല, പക്ഷെ എന്നാലും ഒരു ഓട്ടോ നിർത്തുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പ്രകാശം വണ്ടിയിലേക്ക് കയറണം, ചേട്ടാ പെട്ടെന്ന് വണ്ടി എടുക്കുക എന്ന് പറയുന്നുണ്ട്. ഓട്ടോ വണ്ടി പോകുവാട്ടോ. പ്രകാശം പറഞ്ഞ ചേട്ടാ പെട്ടെന്ന് സ്പീഡിൽ പോ ചേട്ടാ, എന്റെ പൊന്നു ചേട്ടാ സ്പീഡിൽ പോയാൽ വില വണ്ടിയുടെ ഇടയിൽ കയറി പെടും, പിന്നെ ചേട്ടന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലേക്കും, എനിക്ക് കുടുംബമൊക്കെ ഉണ്ടെന്ന് പറയാണ്. അയ്യോ സോറി അനിയ, നീ പെട്ടെന്ന് വണ്ടി എടുക്കുമെന്ന് പറയാണ്. ഒരു അത്യാവശ്യ കാര്യം ആയതുകൊണ്ടിട്ടാണ് എന്ന് പറയുമ്പോഴേക്കും ഓട്ടോക്കാരെ പെട്ടെന്ന് വണ്ടി എടുക്കുന്നുണ്ട്. പെട്ടെന്ന് രാഹുലിന്റെ വണ്ടി പ്രകാശം കാണും കേട്ടോ. ആ വണ്ടി ഫോളോ ചെയ്യാൻ വേണ്ടി പറയാണ്. അങ്ങനെ ആ ഓട്ടോക്കാരൻ ആ രാഹുലിന്റെ വണ്ടീനെ ഇങ്ങനെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോകുക കേട്ടോ. രാഹുലാണെങ്കിൽ നേരെ പോണത് രൂപയുടെയും ചന്ദ്രസേന്റെ വീട്ടിലേക്കാണ്. ആ സമയത്ത് പ്രകാശ് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവൻ കല്യാണം ഇല്ലാതാക്കുമെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ രൂപയുടെ ചന്ദ്രസേന്റെ വീട്ടിലേക്ക് പോകുന്നത് എന്ന് പ്രകാശൻ ഇങ്ങനെ വിചാരിക്കുക കേട്ടോ. അവരുടെ വീടിന് ഒരു 100-200 മീറ്റർ മുമ്പ് രാഹുൽ വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം ഇങ്ങനെ പറയാണ്, വണ്ടി ഇവിടെ ഇരിക്കട്ടെ, എന്നെ വണ്ടിയായിട്ട് അവിടെ കണ്ടതിന് എല്ലാവരും സംശയിക്കും, അതുകൊണ്ട് വണ്ടി ഇവിടെ ഇരിക്കുന്നത് സേഫ് എന്ന് പറഞ്ഞിട്ട് വണ്ടി ആ വീടിന് 200 മീറ്റർ അപ്പുറം പാർക്ക് ചെയ്തതിനു ശേഷം രാഹുൽ ആ വീട്ടിലേക്ക് നടന്ന് കയറുവാണ്. ആ വീട്ടിൽ ആരുമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ പുറകെ തന്നെ പ്രകാശനും പോകുന്നുണ്ട്. അതായത് രാഹുൽ പോയി തൊട്ടു പിന്നാലെ തന്നെ പ്രകാശനും അവിടേക്ക് പോകുന്നുണ്ട്. ശേഷം പ്രകാശനും അതിൽ കടന്ന് ചന്ദ്രസേന്റെ വീട്ടിലേക്ക് പോവാണ്. രാഹുലും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. രാഹുൽ പതുക്കെ മുകളിലത്തെ നിലയിലേക്ക് പോയിട്ട് ചന്ദ്രസേനയുടെ റൂമിലേക്ക് ഇങ്ങനെ പോകുവാണ്. പ്രകാശൻ ആ കാഴ്ച കാണുന്നുണ്ട്. ആ കാഴ്ച കണ്ട പാടെ തന്നെ പ്രകാശനും അതിന്റെ പുറകെ പോയിട്ട് പതുക്കെ ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്തതിന് ശേഷം കിരണിനെ വിളിച്ചിട്ട് ഈ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ രാഹുൽ ഇങ്ങനെ ചന്ദ്രസേന സാറിന്റെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്, കയ്യിലൊരു തോക്കുണ്ട് എന്നൊക്കെ പ്രകാശൻ കിരണിനോട് പറയാണ്. കിരണാണ് ആ സമയത്താണ് കിരൺ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചന്ദ്രസേന്റെ വീട്ടിലേക്ക് വന്നത്. ആ ഗുണ്ടകളുടെ കിരൺ സംസാരിക്കുന്നുണ്ടായിരുന്നു, കല്യാണി പറഞ്ഞില്ലേ, അത് കല്യാണി
ചുമ്മാ പറഞ്ഞിട്ട് അവരെ സമാധാനിപ്പിച്ച് അവിടെ നിർത്താൻ വേണ്ടി. അപ്പൊ അത്രയും ഉണ്ടായിരുന്ന ഇന്നത്തെ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.